നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിൽ മറ്റൊരു രാഷ്ട്രീയ നാടകം കൂടി അരങ്ങേറാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന NDAയിലേക്ക് എത്തും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ചൊവ്വാഴ്ച ദില്ലിയിലെത്തിയ രാജ് താക്കറെയും മകനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതിന് തൊട്ട് പിന്നാലെയാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന NDAയുടെ ഭാഗമാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത്. എന്തായാലും BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ വിഭാഗവും അടങ്ങുന്ന മഹായുതി സഖ്യത്തിൽ രാജ് താക്കറെയുടെ MNS കൂടി വന്നാൽ NDAയുടെ വോട്ട് വിഹിതം മഹാരാഷ്ട്രയിൽ ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ് താക്കറെയുടെ NDA പ്രവേശനം സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ MNSന് ഒരു ലോക്സഭാ സീറ്റ് വിട്ടു നൽകാനും NDA തയ്യാറായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. സൗത്ത് മുംബൈ, ഷിർദി, നാഷിക് എന്നീ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് MNSന് അനുവദിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിൽ സൗത്ത് മുംബൈ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ മുതിർന്ന MNS നേതാവായ ബാല നട്വോങ്കർ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. രാജ് താക്കറെയുടെ വിശ്വസ്തൻ കൂടിയാണ് ഈ ബാല നട്വോങ്കർ. രാജ് താക്കറെയുടെ MNSനെ NDAയിലേക്ക് എത്തിച്ചാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ തീർച്ചയായും BJPക്ക് സാധിക്കുകയും ചെയ്യും. നമുക്കറിയാം, ശിവസേനയുടെ സ്ഥാപകനായ ബാൽ താക്കറെയുടെ അനന്തരവനായ രാജ് താക്കറെ ഉദ്ധവ് താക്കറെയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് 2006 ശിവസേന വിട്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിക്കുന്നത്. ബാൽ താക്കറെയുമായി കാഴ്ചയിൽ ഏറെ സാമ്യം പുലർത്തുന്ന മികച്ച പ്രാസംഗികൻ കൂടിയാണ് രാജ് താക്കറെ എന്ന കാര്യം കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും പാർട്ടി സ്ഥാപിച്ചതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഈ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു. 2009 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6% വോട്ടും 13 സീറ്റുകളും നേടാൻ രാജ് താക്കറെയുടെ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ 48-ൽ 41 NDA നേടിയിരുന്നു. അന്ന് BJPയും ശിവസേനയും സഖ്യമായാണ് മത്സരിച്ചത്. ഇന്നിപ്പോൾ അവർക്കൊപ്പം അജിത് പവാറിന്റെ NCPയും അതിനോടൊപ്പം അധികം വൈകാതെ രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും കൂടി വരികയാണ്. തീർച്ചയായും മഹാരാഷ്ട്രയിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നമുക്കറിയാം, ബാൽ താക്കറെയുടെ പിൻഗാമി എന്നൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്നത് ഉദ്ധവ് താക്കറെ ആയിരുന്നില്ല, മറിച്ച് രാജ് താക്കറെ ആയിരുന്നു. കാരണം അദ്ദേഹവുമായി ഏറെ സാമ്യമുള്ള പ്രവർത്തന ശൈലിയിൽ പോലും ആ സാമ്യത പുലർത്തുന്ന ഒരു നേതാവ് രാജ് താക്കറെ തന്നെയായിരുന്നു. ആ രാജ് താക്കറെ NDA പാളയത്തിലേക്ക് എത്തുമ്പോൾ അത് നേട്ടമായി വോട്ട് പെട്ടിയിൽ വീഴുമെന്ന് തന്നെയാണ് BJP കരുതുന്നത്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.